Welcome to Law CMS Law School. Today, I wish to present a topic which is state that is defined in Article 12. State എന്ന് പറയുന്ന ആർട്ടിക്കിൾ 12-നകത്ത് പറഞ്ഞിട്ടുള്ള ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ സ്റ്റേറ്റ് എന്ന് പറയുന്ന അതിൻ്റെ പെർസ്പെക്റ്റീവ്, അതിൻ്റെ ഡെഫിനിഷൻ, അതേപോലെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റാലിറ്റി ടെസ്റ്റ് പറഞ്ഞിരിക്കുന്ന കേസുകൾ ഏതൊക്കെയാണ്. ഇത്രയും ഒരു ചെറിയ ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഞാൻ ടോപ്പിക്കിലേക്ക് പോകട്ടെ. അപ്പം എന്താ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 12-ലാണ്. ആർട്ടിക്കിൾ 12 എവിടെയാണ്? ഫണ്ടമെന്റൽ റൈറ്റിലെ ഏറ്റവും ഫസ്റ്റ് ആർട്ടിക്കിളാണ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് പാർട്ട് 3-ക്കകത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നും കൂടി പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി കീ കമ്പോണൻസ് ഓഫ് സ്റ്റേറ്റ് അണ്ടർ ആർട്ടിക്കിൾ 12. 4 കമ്പോണൻസ് ആണുള്ളത്. ഈ 4 കമ്പോണൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ represented by the Union Executive and its legislature. സെക്കൻഡ് കമ്പോണൻ്റ് ആണെങ്കിലോ ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ് represented by സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ഇറ്റ്സ് ലെജിസ്ലേച്ചർ. അപ്പം യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവും അതിൻ്റെ ലെജിസ്ലേച്ചറും ആയി വരുന്ന സാധനമാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും അതിൻ്റെ ലെജിസ്ലേച്ചറുമാണ് സെക്കൻഡ് കമ്പോണൻറ്റ്. പിന്നെ തേർഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റിയാണ്. ഏതൊക്കെയാണ് അതിലുള്ളത്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതേപോലെ കോർപ്പറേഷൻ. അതാണ് മൂന്നാമത്തെ കമ്പോണൻറ്റ്. നാലാമത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അതർ അതോറിറ്റീസ് ആണ് നാലാമത്തെ കമ്പോണൻറ്റ്. എന്തൊക്കെയാണ് നാലാമത്തെ കമ്പോണൻറ്റ്? ബോഡീസ് ലൈക്ക് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, ഫോർ എക്സാമ്പിൾ LIC, ONGC, PSU, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, യൂണിവേഴ്സിറ്റീസ്, ഇതൊക്കെ തന്നെ എന്താണ് അതർ അതോറിറ്റീസിനകത്ത് വരുന്നതാണ്. എങ്ങനെയായിരിക്കണം അതർ അതോറിറ്റീസ്? ഇഫ് ദ എക്സസൈസ് ഗവൺമെൻറ്റൽ ഓർ ക്വാസി ഗവൺമെൻറ്റൽ ഫങ്ഷൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷനകത്ത് വരുന്ന നാലാമത്തെ കമ്പോണൻ്റായ അതർ അതോറിറ്റീസിനകത്ത് വരും. അപ്പോൾ ഞാൻ ഡെഫിനേഷൻ ആദ്യം പറഞ്ഞു, ദെൻ നമ്മൾക്ക് എന്താണ് എവിടെയാണ് ഡിഫൈൻ ചെയ്തെന്നുള്ളത് പറഞ്ഞു, ദെൻ എന്താണ് കീ കമ്പോണൻസ് എന്താണെന്ന് പറഞ്ഞു, 4 കമ്പോണൻസ് ഉള്ളത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റേറ്റ്. എന്താണ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു സ്ഥലത്തേക്ക് കയറി ചെന്ന് അത് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ കാര്യം സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റൽ റൈറ്റ് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? സ്റ്റേറ്റ്. അപ്പം ഈ ആർട്ടിക്കിൾ 12, അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒരു ഗേറ്റ് വേ ആണ്. ആ ഗേറ്റ് കടന്നെങ്കിൽ മാത്രമേ അതിനകത്ത് സ്റ്റേറ്റിനുള്ളിൽ നമ്മൾ ചെല്ലത്തുള്ളൂ. സ്റ്റേറ്റിനുള്ളിൽ ചെന്നെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് ഇനാക്ട് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട് അത് സ്റ്റേറ്റ് ആ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ റൈറ്റ്സ്, നമുക്ക് വയലേറ്റ് ചെയ്യപ്പെട്ട റൈറ്റ്സ് എൻഫോഴ്സിബിൾ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ ഇവിടെ വരുന്നത്? എന്താ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? എന്താ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഗേറ്റ് വേ ആണ്. ഇനി it also ensures not just government bodies. It is not only enforced by government bodies, but also provided by agencies and entities that performing public functions. So that type of bodies are also accountable for upholding citizens' rights. Citizens-ന്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അപ്ഹോൾഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവർ അക്കൗണ്ടബിൾ ആണ്. നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐദർ സ്റ്റേറ്റിലുള്ള ഹൈക്കോടതിൻ്റെ അടുത്ത് ആർട്ടിക്കിൾ 206 അനുസരിച്ചും ആർട്ടിക്കിൾ 32 അനുസരിച്ച് എവിടെയാണ് നമ്മൾക്ക് സുപ്രീം കോടതിയുടെ അടുത്തും കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ പോയി നേടിയെടുക്കാൻ പറ്റും. അതാണ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇതൊരു ഗേറ്റ് വേ ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് തുറന്നു തരുന്ന ഒരു ഗേറ്റ് വേ ആണ്. അതേപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അത് അത് അക്കൗണ്ടബിൾ ആയിട്ടുള്ള
ഒരു ഏജൻസിയാണ്, ഒരു എൻറ്റിറ്റിയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞത് ആർട്ടിക്കിൾ 12 ആണ് ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബെയർ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു. രണ്ടാമത് ഏതൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. 4 പറഞ്ഞിരിക്കുന്ന എന്താ, ഏതൊക്കെ ആർട്ടിക്കിളിനകത്താണ് സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ആർട്ടിക്കിൾ 12 അല്ലാതെ ഉള്ള ഏതെല്ലാം ആർട്ടിക്കിൾസിനകത്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ആർട്ടിക്കിൾ 13 ക്ലോസ് 2-നകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഒരിക്കലും എന്താണ് കോൺട്രാവീൻ ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് കോൺട്രാവീൻ ചെയ്യുന്ന ഒരു എനാക്ട്മെൻറ്റും ഒറ്റ ഒരു എനാക്ട്മെൻറ്റും പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം കോൺട്രാവെൻഷൻ ഉണ്ടോ അത്രയും വരെയും അത് വോയിഡാണ്. അതായത് കോൺട്രാവെൻഷൻ ഇല്ലാത്ത പാർട്ട് നമ്മൾക്ക് വാലിഡാണ്, കോൺട്രാവെൻഷൻ ഉള്ള പാർട്ട് നമ്മൾക്ക് വോയിഡാണ്. അത് നൾ ആൻഡ് വോയിഡ്, അത് ശൂന്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് വാലിഡിറ്റി ഇല്ല. അതാണ് വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ആർട്ടിക്കിൾ 13 ക്ലോസ് 2 എന്താണ്? ഇറ്റ് ബാർസ് സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് ലോസ് ദാറ്റ് വയലേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, റീഇൻഫോഴ്സിങ് ആർട്ടിക്കിൾ 12's ഡെഫിനിഷൻ. ഇനി ആർട്ടിക്കിൾ 32-നകത്ത് ഇത് തന്നെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 12-നകത്ത് വേറൊരു കോണ്ടെക്സ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, മറ്റു കോണ്ടെക്സ്റ്റുകളൊന്നും ഇല്ല എങ്കിൽ ആർട്ടിക്കിൾ 12-നകത്ത് എന്താണോ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ആർട്ടിക്കിൾ 36-നകത്തും DPSPയുടെ ഗേറ്റ് വേ ആയിട്ടുള്ള ഇതിനകത്തും DPSPയുടെ ഗേറ്റ് വേ ആയിട്ടുള്ള ആർട്ടിക്കിളിനകത്തും, അതായത് ആർട്ടിക്കിൾ 36-നകത്തും പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അതാണ് സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ. ഇനി ആർട്ടിക്കിൾ 152 എന്ന് പറയുന്നത് പാർട്ട് 6-നകത്തെ എന്താണ് ഏറ്റവും ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് സ്റ്റേറ്റ്. അവിടെയും ഈ സെയിം തിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 3-കകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ് കീ കമ്പോണൻസ്, എന്താണ് ഇംപ്ലിക്കേഷൻസ്, ഏതൊക്കെ ആർട്ടിക്കിളിലാണ് സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഏറ്റവും ഫണ്ടമെന്റലായി ഏറ്റവും അത്യാവശ്യമുള്ള ഈ ഏജൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റാലിറ്റി ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇൻസ്ട്രുമെന്റാലിറ്റി ടെസ്റ്റ്? ഈ ടെസ്റ്റ് നമുക്ക് ചില ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. 6 ക്രൈറ്റീരിയയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് ആണോ, ഒരു എൻറ്റിറ്റി സ്റ്റേറ്റ് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്ന ക്രൈറ്റീരിയ 6 എണ്ണമാണുള്ളത്. അത് ഏത് കേസിനകത്താണ് പറഞ്ഞിരിക്കുന്നത്? ഷെഡി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 1979 സെറ്റിൽ ചെയ്ത ഒരു സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റിനകത്താണ് ഈ ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വെദർ എ ബോഡി ഈസ് ഇൻസ്ട്രുമെന്റലി it is a state or not, whether an instrument is whether a body is or an agency is state or not എന്നുള്ള ഇൻസ്ട്രുമെന്റാലിറ്റി ടെസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്? മേജർ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഹാസ് ടു ബി ഹെൽഡ് ബൈ ഗവൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് ആയിരിക്കണം കൂടുതൽ ഷെയറും ഹോൾഡ് ചെയ്യേണ്ടത്. അടുത്തത് മീറ്റിംഗ് ഓഫ് ഓൾമോസ്റ്റ് എൻറ്റയർ എക്സ്പെൻഡിച്ചർ. ആരുടെ അസിസ്റ്റൻസിലാണ്? ഗവൺമെന്റിന്റെ അസിസ്റ്റൻസിലായിരിക്കണം, ഫിനാൻഷ്യൽ അസിസ്റ്റന്റിലായിരിക്കണം ഓൾമോസ്റ്റ് എൻറ്റയർ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു മൊണോപോളി സ്റ്റാറ്റസ് കൺഫർ ചെയ്ത് ആ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തിരിക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പറഞ്ഞിരിക്കുന്ന കോഴ്സുകൾ ആ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ വേറൊരു യൂണിവേഴ്സിറ്റിക്ക് അധികാരപരിധി കൊടുത്തിട്ടില്ല. അവിടെയുള്ള കോളേജസിൻ്റെ എല്ലാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള കോളേജസിൻ്റെ എല്ലാം അവിടെയെല്ലാം ആ ഭാഗങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒരു മൊണോപ്പൊളി സ്റ്റാറ്റസ് സ്റ്റേറ്റ് അതിന് കൊടുത്തിട്ടുണ്ട്, UGC അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഈസ് ഓൾസോ എ സ്റ്റേറ്റ് എന്ന് പറയാം. ഇനി ഇത് ആ ഒരു കാര്യം മാത്രമല്ല, ഈ 6 കാര്യങ്ങൾ ഇതിൽ 6 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കണം. അത് ഡീപ്പ് ആൻഡ് പെർവേസീവ് സ്റ്റേറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം.
പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള ഫങ്ഷൻസ് ആയിരിക്കണം അത് പെർഫോം ചെയ്യേണ്ടത്. അതേപോലെ ട്രാൻസ്ഫർ ഓഫ് എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ടു കോർപ്പറേഷൻ, ഒരു കോർപ്പറേഷനായിട്ട് മാറിയിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോർപ്പറേഷനായിട്ട് ട്രാൻസ്ഫർ ആയിരിക്കണം. ഇങ്ങനെയുള്ള 6 ക്രൈറ്റീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഈ എയർപോർട്ട് അതോറിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഈ 6 ക്രൈറ്റീരിയ അതിൽ കൂടുതലും എന്താ ഇപ്പം ഫുൾഫിൽ ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് എന്താ എയർപോർട്ട് അതോറിറ്റി, ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് എന്ന് ഈ കേസിലെ സുപ്രീം കോടതി എന്താണ് സെറ്റിൽ ചെയ്തു, ഹെൽഡ് ചെയ്തു. അതാണ്. ഇനി അടുത്തത് അജയ് ഹാസിയ വേഴ്സസ് ഖാലിദ് മുജീബ് എന്ന് പറയുന്ന കേസ്. ആ കേസിനകത്ത് എന്താ, ഒരു സൊസൈറ്റി ആക്ടിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത, സൊസൈറ്റി ആക്ടിനുള്ളിൽ ഫോം ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി, ആ സൊസൈറ്റി റൺ ചെയ്ത ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ അത് സ്റ്റേറ്റ് ആണോ ആ അഡ്മിഷൻ പ്രൊസീജിയർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻഫോഴ്സിബിൾ ആണോ എന്ന് ആയിരുന്നു ആ ചോദ്യം. Whether a society registered under society registration can be state. എന്തുകൊണ്ടാണ് സൊസൈറ്റി റൺ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ പ്രൊസീജിയർ വയലേറ്റ് ചെയ്തു, അപ്പം അത് ചലഞ്ച് ചെയ്യുകയാണ്. എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഫോർമേഷൻ ഓഫ് ദ സൊസൈറ്റി ഈസ് ഇറലവൻറ്റ്, and also if the institution is financially or functionally as well as administratively dominated by government, it is definitely a state under Article 12 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കേസ് ഇവിടെ പറഞ്ഞു, ആർ.ഡി. ഷെഡ്ഡിയുടെയും അജയ് ഹാസിയുടെയും. ആർ.ഡി. ഷെഡ്ഡിയുടെ കേസ് ഇൻസ്ട്രുമെന്റാലിറ്റി ടെസ്റ്റ്, അജയ് ഹാസിയുടെ കേസ് എന്തായിരുന്നു, സൊസൈറ്റിയും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആയിട്ട് കരുതപ്പെടാം. അങ്ങനെയാണ് ഈ കേസിൻ്റെ എന്താണ് കോടതി വേർഡിക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം ആർട്ടിക്കിൾ 12 എന്താണ്, അതായത് സ്റ്റേറ്റ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിനൊപ്പം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏതെല്ലാം ആർട്ടിക്കിൾ 13 ക്ലോസ് 2, ആർട്ടിക്കിൾ 36, ആർട്ടിക്കിൾ 156 അല്ലേ, ആർട്ടിക്കിൾ 152, ഈ 4 ആർട്ടിക്കിൾ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇൻസ്ട്രുമെൻറ്റാലിറ്റി ടെസ്റ്റ്, സൊസൈറ്റിയുടെ കാര്യം, ഇത്രയും കേസുകളാണ്, ഇത്രയും കൺസെപ്റ്റാണ് ഞാനിന്ന് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിലും വാച്ച് ചെയ്തതിലും വ്യൂ ചെയ്തതിലും വളരെയധികം സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണുന്ന എല്ലാവരും തന്നെ, വ്യൂ ചെയ്യുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് ഇതേപോലെ, പുതിയ പ്രസൻറ്റേഷൻസ് ഇതേപോലെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ബെൽ ഐക്കണും നിങ്ങൾ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Okay, thank you.